ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ സാദോക്കിൻ്റെ മകൻ അസര്യാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലിഹോരഫും അഹിയാവും രായസക്കാർ, അഹിലൂദിൻ്റെ മകൻ യഹോശാഫാത്ത് മന്ത്രി, യഹോയാദയുടെ മകൻ ബെനയാവ് സേനാധിപതി, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, നാഥാൻ്റെ മകനായ അസര്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാൻ്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിൻ്റെ സ്നേഹിതനുമായിരുന്നു, അഹീഷാർ രാജഗൃഹ വിചാരകൻ, അബ്ദയുടെ കെൻ അതോ നീരാം ഊഴിയ വേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത്: എഫ്രൈം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബീം, ബേത്ത് ഷേമഷ്, ഏലോൻ ബേത്ത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻദേക്കർ, അരുബോത്തിൽ ബെൻഹേസർ, സൗഖോവും ഹേഫർ ദേശം മുഴുവനും അവൻ്റെ ഇടവകയായിരുന്നു. നാഫത്ത് ദോറിൽ ബെൻ അമീനദാബ്, അവന് ശലോമോൻ്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹീലൂദിൻ്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിത്തോവും, സാരാദാൻ അരികെ ഇസ്രായേലിന് താഴെ ബേത്ത് ഷെയാൻ മുതൽ ആബേൽ മെഹോലാവ് വരെയും യൊക്മെയാമിൻ്റെ അപ്പുറം വരെയുമുള്ള ബേത്ത് ഷെയാൻ മുഴുവനുമായിരുന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ, അവൻ്റെ ഇടവക മനുഷ്യയുടെ മകനായ യായീരിന് ഗിലെയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളുമുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് ദേശവുമായിരുന്നു. മഹനയീമിൽ ഇദ്ദോവിൻ്റെ മകൻ അഹീനദാബ്. നഫ്താലിയിൽ അഹീമാസ്, അവൻ ശലോമോൻ്റെ മകളായ ബാശമത്തിന് ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബെയാലോത്തിലും ഹൂഷായിയുടെ മകനായ ബാന. ഇസ്സാഗാരിൽ പാരൂഹിൻ്റെ മകനായ യഹോശാഫാത്ത്. ബെന്യാമീനിൽ ഏലയുടെ മകനായ ശിമയി. അമ്മൂര് രാജാവായ സീഹോൻ്റെയും ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിൻ്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്ത്യദേശം വരെയും മിസ്രൈമിൻ്റെ അതിർ വരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോൻ്റെ നിത്യച്ചെലവ് ദിവസം ഒന്നിന് 30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചൽപ്പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. നദിക്ക് ഇക്കരെ തിഫ്സക് മുതൽ ഗസ്സ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോൻ്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രായേലും ദാൻ മുതൽ ബർഷേബ വരെയും ഓരോരുത്തൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തൻ്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിൻ്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താൻ്റെ മുറപ്രകാരം അവനിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏതാൻ, മാഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവൻ്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവൻ്റെ ഗീതങ്ങൾ 1005 ലബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷതികളെക്കുറിച്ചും മൃഗം, പക്ഷിയുടെ ജാതി, മത്സ്യം എന്നതിനെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവൻ്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു.